നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഉറപ്പിച്ച സ്വർണ്ണ മെഡലായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റേത്. ഗുസ്തിയിൽ അവർ ഫൈനലിൽ വന്നത് ധീരോദാത്തവും അത്ഭുതകരവും ചരിത്രപരവുമായ പോരാട്ടത്തിലൂടെയാണ്. പക്ഷേ അപ്രതീക്ഷിതം എന്ന് പറയട്ടെ, അസാധാരണമായ ഒരു കാരണത്താൽ വിനേഷ് ഫോഗട്ട് സ്വർണത്തിനരികെ പുറത്തായി പോയിരിക്കുന്നു. കായിക ലോകമാകെ, ഇന്ത്യൻ കായിക ലോകമാകെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മെഡൽ നേട്ടം പാതി വഴിയിൽ വഴുതി വീഴുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്താണ്? ശരീരഭാരം 100 ഗ്രാം കൂടിപ്പോയതുകൊണ്ട് ഒളിമ്പിക്സ് നിയമത്തിൽ അവർക്ക് മത്സരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അവർ പുറത്തേക്കാണ്. 100 ഗ്രാം ഇത്ര പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു താരത്തിന് എങ്ങനെ കൂടിയെന്നത്, എന്തുകൊണ്ട് ഭാരത്തിൻ്റെ നിയതമായ നിയമപരമായ പരിധി നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നത് നമ്മുടെ മുൻപിലുള്ള വലിയ ചോദ്യമാണ്. ഭരണകൂടവുമായുള്ള നിരന്തരമായ പോരാട്ടത്തിനൊടുവിലാണ് ഒളിമ്പിക്സിലേക്ക് ഒരിക്കൽ കൂടി വിനേഷ് ഫോഗട്ട് എത്തുന്നത്. ഭരണകൂടത്തിൻ്റെ ആളുകൾ തന്നെ പലപ്പോഴും സഹായിച്ചില്ലെന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നുമുള്ള അവരുടെ ചരിത്രത്തിലെ ആരോപണങ്ങൾ മുഴങ്ങി നിൽക്കുമ്പോഴാണ് അസാധാരണമായി ഇങ്ങനെ ഒരു പരാജയം പാതി വഴിയിൽ വിനേഷ് ഫോഗട്ടിന് സംഭവിക്കുന്നത്. അതിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്? പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ അങ്ങേയറ്റത്തെ സുതാര്യമായ ഒരു അന്വേഷണം അക്കാര്യത്തിൽ ആവശ്യമുണ്ടോ? വിനേഷ് ഫോഗട്ട് സ്വാഭാവികമായും ഭാരം വർദ്ധിച്ചപ്പോൾ പുറത്തായി പോയോ, അതോ അവർ വഞ്ചിക്കപ്പെട്ടോ? ഈ വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾ ബി രാധാകൃഷ്ണ മേനോൻ BJP നേതാവ്, ഫ്രാൻസിസ് ജോർജ് MP പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനകം, അഡ്വക്കേറ്റ് VR അനൂപ് കോൺഗ്രസ് നേതാവ്, VR ഗിരിധർ ഗുസ്തി പരിശീലകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പാനലുള്ളത്. ആദ്യം ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദിവ്യ ജോസഫിനോടൊപ്പം തത്സമയം ചേരുന്നു. ദിവ്യ, സാധാരണ നിലയ്ക്ക് ഭാരം ശരിയാവണ്ണം നിലനിർത്തുക എന്നത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ 100 ഗ്രാം കൂടിപ്പോയാൽ മത്സരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പുറത്താകുന്നു. ഒറ്റ നോട്ടത്തിൽ അതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഒളിമ്പിക്സിലെ അവസാനത്തെ പോയിൻ്റാണ്, അതുകൂടി കടന്നാൽ സ്വർണ്ണമാണ്. അപ്പോൾ അവിടെ ഇത്തരമൊരു ചെറുപിഴവിൻ്റെ പേരിൽ നമുക്ക് എല്ലാം നഷ്ടമാവുക എന്നത് സാധാരണയായി കാണാൻ കഴിയുമോ, അതോ അതിൽ കുറേ അൺയൂഷ്വൽ അസാധാരണമായ സംഗതികൾ പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ? നിഷാദ്, ഇപ്പോൾ ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു കാരണം വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ്. കാരണം അവരെത്രത്തോളമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വന്തം സഹോദരിമാർക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളത്, അതും ഒരു ഫെഡറേഷനെതിരെ പോരാടിയിട്ടുള്ളത് എന്നതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു 100 ഗ്രാം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റേതെങ്കിലും ഒരു താരമായിരുന്നെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ഈ ഒരു ചർച്ച, അല്ലെങ്കിൽ ഒരു നിരാശ എന്നുള്ള രീതിയിൽ മാത്രമേ ഈ ചർച്ച പോകുമായിരുന്നുള്ളൂ. പക്ഷേ വിനേഷ് ഫോഗട്ടിനോട് ഒരു ചതിയാണോ ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഇവിടെ സ്വാഭാവികമായും വരുന്നത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇതിന് പല പല സാധ്യതകൾ, അല്ലെങ്കിൽ പല പല കാരണങ്ങളാണ് ഇവിടെ നിരത്തുന്നത്. ഒന്ന്, ഇതിൻ്റെ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സംഘത്തിലുള്ളവർ തന്നെ പറയുന്നത് ഇന്നലെ 3 മത്സരങ്ങളായിരുന്നു വിനേഷ് ഫോഗട്ടിനുണ്ടായിരുന്നത്. അത് പ്രീ ക്വാർട്ടർ മത്സരം ഉണ്ടായിരുന്നു, ക്വാർട്ടർ, അതുപോലെ തന്നെ സെമി പോരാട്ടം. ഇതിന് ഇടയിൽ ഇവർക്ക് സ്വാഭാവികമായും ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഈ ഊർജ്ജ നഷ്ടം കൃത്യമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ തിരിച്ച് ഊർജ്ജം അവർക്ക് ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പലപ്പോഴായി വെള്ളം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലത്തെ സെമി പോരാട്ടത്തിന് ശേഷം അവർക്ക് ഏകദേശം 2 കിലോയോളം വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ള, അതായത് ഒരു 24 മണിക്കൂറിൽ താഴെ മാത്രം സമയമാണ് പിന്നീട് ഫൈനലിലേക്ക് വിനേഷ് ഫോഗട്ടിന് ബാക്കിയുള്ളത്. ഈ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രമല്ല, നമ്മൾ ഇത്തരം ഒരു ഫൈനൽ പോരാട്ടം, അത് ഒളിമ്പിക്സ് പോലെ ഉള്ള ഒരു ഫൈനൽ പോരാട്ടത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ, അതായത് ഒന്നെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി, ഇതിലേതെങ്കിലും ലഭിച്ചിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ചരിത്ര നേട്ടം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഒരു താരത്തിന്, അതായത് ഒരു ഗുസ്തി താരത്തിന് സ്വർണമോ വെള്ളിയോ കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും, ഒരു വനിതാ താരത്തിന് പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ അത് വിനേഷ് ഫോഗട്ടിനെ കാത്തിരിക്കുന്ന ഏറ്റവും സുവർണമായൊരു നിമിഷമായിരിക്കും. ആ ഒരു സുവർണ നിമിഷത്തിലേക്ക് ഒരു സ്റ്റെപ്പ് മാത്രമായിരുന്നു വിനേഷിന് ബാക്കിയുണ്ടായിരുന്നത്. ആ സ്റ്റെപ്പിലാണ് ഇപ്പോൾ അവർ വീണിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഇത് കൃത്യമായി ഈ വിനേഷിൻ്റെ ഭാരം കൃത്യമായി പാലിക്കുന്നതിൽ, അല്ലെങ്കിൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 മത്സരങ്ങൾ കടന്ന ഇനി അടുത്ത മത്സരത്തിൽ വിജയമാണ് അവരെ കാത്തിരുന്നതാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ 3 മത്സരങ്ങളുടെ ഇടവേളകളിലും വെയിറ്റ് നിലനിർത്താൻ കഴിഞ്ഞ ഒരു പരിശീലക സംഘം, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, കോച്ച്
അവർക്കൊപ്പമുള്ളപ്പോൾ അവസാനത്തെ ഒരു മത്സരത്തിൻ്റെ ഇടവേളയിൽ മാത്രം അശ്രദ്ധ കൊണ്ട് ഈ വെയിറ്റ് കൂടിപ്പോയി എന്നത് നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റിംഗ് ആവാത്ത, ദഹിക്കാത്ത ഒരു സംഗതിയാണോ ദിവ്യ? സ്വാഭാവികമായും ഈ ഒളിമ്പിക്സ് പോലുള്ള മത്സരങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഫൈനൽ പോലുള്ള മത്സരങ്ങൾ. ഒരു രാജ്യാന്തര മത്സരത്തിൽ നമ്മൾ കളിക്കുമ്പോൾ തീർച്ചയായും അവർ നിഷ്കർഷിക്കുന്ന ഓരോ നിയമങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കളിക്കാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ചെറിയ പോയിന്റിൽ പോലും നമ്മൾ ഒരു കണിക പോലും വിട്ടുകൊടുക്കാതെ വേണം ഓരോ മത്സരത്തെയും കാണാൻ. അത് വെയിറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കായികക്ഷമതയുടെ കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും ഒരു കടുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തീർച്ചയായും ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷന് നമുക്ക് കാരണമാകാം. പക്ഷേ അങ്ങനെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് ഒരിക്കലും പോകും, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത പോലും നമ്മൾ ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ നമ്മൾ സെമി കഴിഞ്ഞതിന് ശേഷം വിനേഷ് ഫോഗട്ട് വ്യായാമം ചെയ്യുന്നുണ്ടായിരുന്നു, സൈക്ലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് അല്ലെങ്കിൽ ഒരുപാട് നേരം അവർ വ്യായാമം ചെയ്ത് അവർ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മുടി മുറിക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരെ കൊണ്ട് അത് സാധിച്ചില്ല എന്നുള്ളത് തീർച്ചയായും, അല്ലെങ്കിൽ ഒരു 100 ഗ്രാമിൻ്റെ മാത്രം പേരിൽ 100 ഗ്രാം കൂടിപ്പോയി എന്നതിൻ്റെ പേരിൽ മാത്രം അവർക്ക് ഇങ്ങനെ ഇത്ര വലിയൊരു വേദിയിൽ അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ദിവ്യ, ഞാൻ അവസാനമായി ചോദിക്കുന്നത്, ഇത് സാധാരണ നിലയ്ക്ക് നമുക്ക് ഒളിമ്പിക്സിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തായി പോകുന്നതാണ്. അങ്ങനെ പുറത്തായി പോയ ആളുകൾ വേറെയും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് അങ്ങനെ എന്തുകൊണ്ടാണ് രാജ്യത്ത് പല ആളുകളും അതിനെ അങ്ങനെ മനസ്സിലാക്കാത്തത്? കായിക രംഗത്തുള്ള അവരുടെ ഫ്രട്ടേണിറ്റിയിൽ നിന്നുള്ള ആളുകൾ പോലും ഇത് എന്തോ കുഴപ്പമാണ്, ദുരൂഹമാണ്, ചതിയാണ് എന്ന മറ്റുള്ള പ്രതികരണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇന്ത്യൻ കായിക രംഗം നോക്കിക്കാണുന്നത്? അതിൽ ഏതൊക്കെ തരത്തിലുള്ള സംശയങ്ങളാണ് ആളുകൾ ഉയർത്തുന്നത്? ഇന്നലെ വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് എത്തിയ സമയത്ത്, ഇന്നലെ നീരജ് ചോപ്ര ഫൈനലിലേക്ക് എത്തിയ സമയത്ത് നീരജ് ചോപ്ര അതിനുശേഷം ഫൈനലിലേക്ക് സെലക്ട് ആയതിനു ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞത് വിനേഷ് ഫോഗട്ട് മികച്ച രീതിയിൽ അവർ വരണം, ഫൈനലിലേക്ക് എത്തണം, അവർക്ക് മെഡൽ വേണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ റെസ്ലിംഗ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നീരജ് ചോപ്ര അടക്കമുള്ള താരങ്ങൾ വിനേഷ് ഫോഗട്ടിനെയും സാക്ഷി മാലിക്കിനെയും ബജ്രംഗ് പൂനിയെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു നല്ല ശതമാനം കായിക പ്രേമികളും കായിക താരങ്ങളും ഇവരെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും നിരവധി വിവാദങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിനേഷ് ഫോഗട്ടിൻ്റെ ഈ 100 ഗ്രാം കൂടിപ്പോയത്, ശരീരഭാരം കൂടിപ്പോയത് ഇത്ര അധികം ചർച്ചയാകുന്നത്. അവരെ ഏതെങ്കിലും തരത്തിൽ ചതിച്ചു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ രൂപപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ ട്രയൽസിൻ്റെ സമയത്തൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നത്, പല രീതിയിലും അവർക്ക് മത്സരിക്കാൻ അവസരങ്ങൾ നൽകാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ ഒളിമ്പിക്സിലെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആദ്യ ഒളിമ്പിക്സിൻ്റെ ഒരു ചരിത്രം കൂടി ഞാനൊന്ന് പറയാം. അതായത് ആദ്യ ഒളിമ്പിക്സിൽ അവർ 48 കിലോഗ്രാമിലായിരുന്നു മത്സരിക്കുന്നത്. അതിനുശേഷം ഈ ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് എത്തുമ്പോഴേക്കും 53 കിലോഗ്രാമിലേക്ക് മാറുന്നു. പിന്നീട് ആണ് ഈ വർഷം, അതായത് 2024 പാരീസ് ഒളിമ്പിക്സിലാണ് അവർ വീണ്ടും 50 കിലോഗ്രാമിലേക്ക് ചുരുങ്ങുന്നത്. സ്വാഭാവികമായും അവരുടെ ഒരു ഫിസിക്കൽ ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർ 55 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഒരാളാണ്. അവരുടെ ഒരു ഫിസിക് എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് ഭാരം കൂടുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡിയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ ഈ 50 കിലോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിലേക്ക് മത്സരിപ്പിച്ചത് തന്നെ ഒരു പ്രശ്നങ്ങൾ കാണാം. ഒപ്പം തന്നെ അവർ വളരെ പണിപ്പെട്ടാണ് 58 കിലോഗ്രാമിൽ നിന്ന് 50 കിലോയിലേക്ക് ഇതിനുവേണ്ടി കുറച്ചത് എന്ന് പറയുന്നു. അപ്പം ഭാരം കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ഒപ്പം അതിനകത്ത് പലതരത്തിലുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങൾ കൂടി. താങ്ക് യു ദിവ്യ, ഇത്രയും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ശ്രീ ഗിരിധർ, ഗുസ്തി പരിശീലകൻ, BJP നേതാവ്, ശ്രീ B ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണ മേനോൻ, അപ്പം VR അനൂപ്, കോൺഗ്രസ് നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ ഗിരിധർ, ഈ വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ പ്രതിനിധിയാണ്, അവർ സ്വർണത്തിന് അരികെ വന്നയാളാണ്. 50 കിലോഗ്രാം ഉണ്ടെങ്കിലാണ് അവർക്ക് മത്സരിക്കാൻ കഴിയുക. അവരുടെ 50 കിലോഗ്രാം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഒരു തുള്ളി പോലും കൂടാതെ നിലനിർത്തുക അവസാന മത്സരം വരെ എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആർക്കാണ് ഇവിടെ വീഴ്ച പറ്റിയതെന്നാണ് നമുക്ക് കാണാൻ പറ്റുക? തീർച്ചയായും ഇതൊരു ദുരന്തമായി സംഭവിച്ചു. പക്ഷെ നമ്മൾ ഇതിൽ എന്താ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും. ശരിക്കും വിനേഷ് എന്ന് പറഞ്ഞ ഒരു റെസ്ലർ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഭാഗ്യമുള്ള റെസ്ലറാണ്. നമുക്കറിയാം റിയോ ഒളിമ്പിക്സ് തന്നെ മെഡൽ ചാൻസ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. നിർഭാഗ്യവശാൽ
ആ ഒരു കയ്യിൽ ഒരു ഇഞ്ചുറി കാരണം സെക്കൻഡ് റൗണ്ടിൽ അത് മാറിപ്പോകേണ്ടി വന്നു. ലീഡ് ആയിരിക്കുന്ന സമയത്തായിരുന്നു ഇഞ്ചുറി പറ്റിയത്. പക്ഷെ അതിനുശേഷം നമ്മുടെ ഫെഡറേഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും വിനീഷിനെ ഒരു 4 വർഷത്തേക്ക് നമുക്ക് വെളിയിൽ ഏറ്റവും നല്ല, അതായത് വേൾഡിൽ ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് ഹംഗറി പോയുള്ള സ്ഥലത്ത് അയച്ചു. ഏറ്റവും നല്ല കോച്ചുമായിട്ട്, ദി ബെസ്റ്റ് അവർ പറയുന്ന കോച്ചുമായിട്ട് ട്രെയിനിങ് കൊടുത്തു. 4 ഇയേഴ്സ് വിനീഷ് ഫോഗട്ട് ഇന്ത്യയിലുള്ള ഒരു മത്സരങ്ങളിലും പങ്കെടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വന്നു. പങ്കെടുക്കാൻ വന്നപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അത് നമ്മൾ ഏറ്റവും മെഡൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന വിനീഷ് ഫോഗട്ട് ആയിരുന്നു കഴിഞ്ഞ ഒളിമ്പിക്സിൽ. അപ്പം അങ്ങനെ പങ്കെടുത്തപ്പോഴും നിർഭാഗ്യവശാൽ അപ്പോഴും മെഡൽ കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടും ദി സെയിം ഡിമാൻഡ് ആയിരുന്നു വിനീഷ് ഫോഗട്ടിന്. അതായത് എനിക്ക് ഡയറക്റ്റ് സെലക്ഷൻ വേണം എന്നുള്ള ഒരു ഡിമാൻഡ് ആയിരുന്നു. നമ്മൾ ആലോചിക്കണം, 8 വർഷങ്ങൾക്ക് മുമ്പ് വിനീഷ് ഫോഗട്ടിനെ പോലെ പലരും ഇവിടെ ഉണ്ടായി. നമ്മൾ അതാരും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആ പലരും ശരിക്കും വിനീഷ് ഫോഗട്ട് എന്താ ഡിമാൻഡ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് സെലക്ഷൻ വേണം എന്നുള്ളൊരു ഡിമാൻഡ് ആയിരുന്നു. അത് നിർഭാഗ്യവശാൽ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതും നമ്മളെ രാജ്യത്ത് വരുന്ന ഒരു 10ഓളം റെസ്ലേഴ്സ് ഉണ്ടായിരുന്നു സെയിം വെയിറ്റില്. അത് ഈ ഇന്നിപ്പോ പങ്കെടുക്കുന്ന അന്തിം വരെ ഉള്ളതാണ്. എന്നിരുന്നിട്ടും അതിനുശേഷമാണ് ഈ ഒരു പല ഇഷ്യൂസും ഇവിടെ ഉണ്ടായി. അപ്പൊ അതാണ് ഇതിൽ കോൺട്രവേഴ്സിക്ക് ഏറ്റവും വലിയ കാര്യം. എന്നിട്ടും 53 കിലോ ആണ് വിനീഷിന്. ശരിക്കും വിനീഷിന്റെ ബോഡി വെയിറ്റ് നമ്മുടെ അവതാരിക പറഞ്ഞ പോലെ 57 കിലോക്ക് അടുപ്പിച്ചുണ്ട്. അത് 57 ഒരു ഒളിമ്പിക് വെയിറ്റ് കാറ്റഗറിയാണ്. പക്ഷെ അതിലത് മത്സരിച്ചിട്ടില്ല. അപ്പൊ അത് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ 53 കിലോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ഇന്ത്യൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വഴി എന്ന് വെച്ചാൽ 50 കിലോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഹയസ്റ്റ് റിസ്ക് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇന്ത്യയിലെ ഒരു ട്രയലിന്റെ അന്ന് തന്നെ വെയിങ് സമയത്ത് ഒരുപാട് സമയം വിനീഷിന് വേണ്ടിയിട്ട് അന്ന് കൊടുത്തിരുന്നു. അന്ന് നമ്മളറിയാം ഫെഡറേഷനൊക്കെ മാറിയിട്ട് അഡ്വ കമ്മിറ്റിയും പല ഇതും വന്നിരുന്നു. അപ്പൊ സപ്പോർട്ട് എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിനീഷിനെ പോലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ താരമില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞ് കുറച്ച് ഒരു മാനസികമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായി. അത് തീർച്ചയാണ്, അത് അവഗണിക്കാൻ പറ്റില്ല. അപ്പൊ ഈ റെസ്ലിംഗ് നിയമത്തെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ റെസ്ലിംഗ് ദിവസത്തിന്റെ തലേ ദിവസമാണ് അതിന്റെ ഡ്രോസ് വരുന്നത്. അപ്പൊ ഡ്രോസ് നിങ്ങൾ കണ്ടാൽ അറിയാം, നമുക്ക് കാണുമ്പോൾ അത് വേൾഡ് നമ്പർ 1 വിനീഷിന്റെ പൂളിലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കോച്ചസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ എന്തായാലും ഫസ്റ്റ് റൗണ്ട് നമ്മൾ തോറ്റു പോയാലും നമുക്ക് ശരിക്കും ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ബ്രോൺസ് എന്തായാലും കിട്ടേണ്ടതാണ്. പക്ഷെ ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം തിരിച്ച് വെയിറ്റ്. എന്തായാലും നമ്മൾ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പം റെസ്ലിംഗ് നടക്കുന്നതിന്റെ രാവിലെയാണ് ഈ വെയിങ് നടക്കുന്നത്. അപ്പൊ അന്ന് വെയിറ്റ് കുഴച്ച് കഴിഞ്ഞാൽ ഒരു 2-4 മണിക്കൂർ നമുക്ക് സമയം കിട്ടും. ശരിക്കും 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡും ഇൻടേക്ക് ഉണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡി വെയിറ്റ് ഒരു 2 കിലോയിൽ മുകളിൽ വരും. ഇത് യൂഷ്വൽ കോമൺ ഇതാണ്. കാര്യം നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ മസിലും ബോൺ വെയിറ്റും അല്ല നമ്മൾ കുറയ്ക്കുന്നത് ബോഡിയിലെ വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ വാട്ടർ കണ്ടന്റ് കുറയുന്നത് ബോഡിയുടെ, അതായത് നമ്മൾ ഫുഡ് കഴിക്കത്തില്ല, അറ്റ് ദ സെയിം ടൈം വെള്ളം കുടിക്കത്തില്ല, സെയിം ടൈം നമ്മൾ എക്സസൈസ് ചെയ്ത് സ്വെറ്റ് ഔട്ട് ചെയ്ത് കളയും. അല്ലെങ്കിൽ സോണ, ഇങ്ങനെയുള്ള പല വെറ്റ് സോണ അല്ലെങ്കിൽ ഡ്രൈ സോണ, കൂടുതലും ഡ്രൈ സോണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് മാക്സിമം നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയിട്ട് വെള്ളം കട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാല് വിത്തിൻ ഒരു 2 hours കഴിയുമ്പോൾ നമ്മൾ നോർമലി ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കയറി വരും. അത് നമുക്ക് വിനീഷിന്റെ ബൗട്ടിൽ അറിയാം. ഫസ്റ്റ് ബൗട്ടിൽ വേൾഡ് ചാമ്പ്യനെ തോൽപ്പിക്കുന്നു. അത്ര എനിക്ക് മനസ്സിലായി. ഗിരിധർ, ഞാൻ ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഇത് വളരെ 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 ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. ഒളിമ്പിക് നിയമങ്ങൾ നമുക്കറിയാവുന്നതാണ്. 100 ഗ്രാമിൻ്റെ പ്രശ്നം വന്നാലും ഇതുപോലെ നമുക്ക് സുവർണാവസരങ്ങൾ നഷ്ടപ്പെടും. അപ്പം അത് നമ്മുടെ ഒരു സൂക്ഷ്മതക്കുറവിൻ്റെ, നോട്ടക്കുറവിൻ്റെ പ്രശ്നം അതിനകത്തുണ്ടോ? ഒന്ന്. ഇപ്പം രണ്ടാമത്തേത്, നമ്മൾ അവസാനത്തെ മൊമെൻറ്റിൽ ഇനിയിപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഭാരം നോക്കാൻ പോവുകയാണ്, 100 ഗ്രാം കൂടുതലാണ്, ഒരു രക്ഷയില്ല നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചുറി അറിയിച്ചുകൊണ്ട് പിൻവാങ്ങാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്മാർട്ട് വർക്ക് ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നൊരു വിമർശനം ഒരു വശത്ത് കേൾക്കുന്നുള്ളൂ. ഇത് രണ്ടിൻ്റെ സാധ്യത എന്താണ്? ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഈ 100 ഗ്രാമിൻ്റെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം ആരുടെ ആയിരുന്നു? ആരാണ് അതിനകത്ത് ശരിയാവണ്ണം പ്രൊഫഷണലായി ശാസ്ത്രീയമായി പ്രവർത്തിക്കാതിരുന്നതെന്ന് ക്വസ്റ്റ്യൻ നാടിനുണ്ടല്ലോ. തീർച്ചയായും അത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള റെസ്ലറാണ് വിനേഷ് ഫോഗട്ട്. എന്ന് വെച്ചാൽ ഇന്നലെ വന്ന റെസ്ലർ അല്ല. 2 ഒളിമ്പിക്സ് പങ്കെടുത്തിട്ടുണ്ട്, എല്ലാ മെഡലുകളും, വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടിയിട്ടുണ്ട്, കോമൺവെൽത്ത് ചാമ്പ്യനാണ്, ഏഷ്യൻ ചാമ്പ്യനാണ്, എല്ലാ മെഡലിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള. അപ്പം നമുക്ക് ഈ റൂൾസ് അറിയാവുന്നതാണല്ലോ. സെക്കൻഡ് ഡേ നമുക്കൊരു 15 മിനിറ്റ്സിനകത്ത്
നമ്മുടെ വെയിറ്റ് 50 kg ആക്കണം. പക്ഷെ അത് കഴിഞ്ഞില്ല. അപ്പൊ അത് ഉത്തരവാദിത്വം നോക്കിക്കഴിഞ്ഞാൽ കൂടെ പോയ എല്ലാ കോച്ചസും സപ്പോർട്ടീവ് സ്റ്റാഫും ഇൻക്ലൂഡിങ് റെസ്ലർ ഇതില് ആൻസറബിൾ ആണ്. ഞാനത് പറയാം. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, നോക്കൂ, ഇതിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചതിയാണെന്നുള്ള ഒരു വിവരവും നമ്മുടെ മുമ്പിലില്ല. 100 ഗ്രാം കൂടിയപ്പോ ശ്രീ അനൂപ് ഇതിനകത്ത് മറ്റു പലരെയും പോലെ ഒളിമ്പിക്സിൽ ഇങ്ങനെ ഭാരം വർദ്ധിച്ചു പോയതിന് പേരിൽ പുറത്താക്കപ്പെട്ട ആളുകൾ വേറെയുമുണ്ട്. അങ്ങനെ വിനേഷ് ഫോഗട്ട് പുറത്താകുന്നു, നിർഭാഗ്യകരം. അതിലൊരു രാഷ്ട്രീയം നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ബേസ് എന്താണ്? വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം ഒരു രാജ്യം കാത്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അവർ സ്വർണം കൊണ്ടുവരുമെന്നാണ് നമ്മൾ കരുതിയത്. ചുരുങ്ങിയത് അവർക്ക് വെള്ളി ഉറപ്പായിരുന്നു. പക്ഷേ അവർ പുറത്തു പോകുമ്പോൾ ഒരു രാജ്യം മുഴുവൻ അവർക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവരുടെ വിജയം ആഗ്രഹിക്കാത്ത ചിലർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. എത്രയോ നാളുകൾക്ക് മുൻപ് അവർ തന്നെ പരസ്യമായി ട്വീറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘാടക നിരയിൽ നിൽക്കുന്ന ഏറ്റവും ഉന്നതനായ വ്യക്തി തന്നെ അവർ ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ വളരെ തുടക്കം മുതലേ ആരംഭിച്ചതാണ്. അവരുടെ അക്രഡിറ്റേഷൻ, അവരുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ടിംഗ് ആയി നിൽക്കേണ്ട ആളുകളുടെ അക്രഡിറ്റേഷനൊക്കെ തടസ്സപ്പെടുത്താനുള്ള വലിയ പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ അവർക്ക് വലിയ തോതിലുള്ള പിന്തുണയാണ് രാജ്യം കൊടുത്തതെന്ന് നേരത്തെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട സുഹൃത്ത് പറയുമ്പോൾ അവർ സമാനതകളില്ലാത്ത വിധം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുര്യോഗം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായ ഒരു ഗുസ്തി താരത്തിന് അവർ ഗുസ്തി പരിശീലനം നടത്തുന്നതിൽ കൂടുതൽ ഇവിടുത്തെ സിസ്റ്റവുമായി ഗുസ്തി പിടിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അവർ അവരുടെ വ്യക്തിപരമായൊരു കാര്യത്തിന് വേണ്ടിയല്ല ജന്തർ മന്ദറിൽ തെരുവിലിറങ്ങിയത്. ഇവിടുത്തെ സ്ത്രീകളുടെ അഭിമാനം, ഗുസ്തി താരങ്ങളടക്കമുള്ള സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാനാണ് അവർ ഇറങ്ങിയത്. അവർ പറഞ്ഞൊരു സന്ദർഭമില്ലേ, ഗംഗയിലേക്ക് ഞാൻ എൻ്റെ മെഡലുകൾ എറിഞ്ഞു കളയുമെന്ന് അവർ പറയുമ്പോൾ ചരിത്രത്തിൽ അതിലുള്ള മാതൃക എന്താ? മുഹമ്മദ് അലിയെ പോലെ ഉള്ളൊരു ബോക്സർ ഓഹിയോ റിവറിലേക്ക് ഞാൻ എൻ്റെ മെഡലുകൾ വർണ്ണവിവേചനത്തിനെതിരെ എറിയുമെന്ന് പറഞ്ഞതിൻ്റെ മാതൃകയിൽ അവർ സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എൻ്റെ മെഡലുകൾ എറിഞ്ഞു കളയേണ്ടി വരുമെന്ന് അവർക്ക് പറയേണ്ടി വന്നു. അവർ അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവർ ആക്രമിക്കപ്പെട്ടു. പോലീസ് അവരെ ആക്രമിച്ചു. BJPയുടെ ഗുണ്ടകളടക്കം അവരെ ആക്രമിച്ചു. അവരെ ടാർഗറ്റ് ചെയ്തു. ഇതൊക്കെ രാജ്യം ചർച്ച ചെയ്യണ്ടേ? ഇതവരുടെ വ്യക്തിപരമായ കാര്യമല്ലല്ലോ. ഇപ്പോൾ നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവർക്കൊരു ന്യൂട്രീഷൻ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു ഓർത്തോപീഡിക് സർജനാണ് അവരുടെ ന്യൂട്രീഷനായി അയച്ചതെന്ന് പറയുന്നു. ഇവിടെ തീർച്ചയായും ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്ന വിഷയം എന്താ? എല്ലാ കാലത്തും BJP സംഘപരിവാർ പറയുന്നത് ദേശസ്നേഹത്തിൻ്റെ കുത്തക, രാജ്യസ്നേഹത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായി അവകാശപ്പെടുന്ന ആളുകളാണ്. പക്ഷേ സാധ്യമായ സന്ദർഭങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അഭിമാനത്തിൻ്റെ പ്രതീകമായി പ്രതിനിധാനമായ ഒരു സ്ത്രീക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന അവസ്ഥ അതാ. അതുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഈ സർക്കാരിൽ നിന്ന് വിനേഷ് ഫോഗട്ടിന് എന്ത് കിട്ടി എന്ന ചോദ്യത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉന്നയിക്കാൻ തോന്നുന്നതെന്നാണ്. ശ്രീ B രാധാകൃഷ്ണ മേനോൻ, ഇതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നോ, അട്ടിമറി ഉണ്ടായോ എന്നതൊക്കെ ഒരാരോപണം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുൻപ് തന്നെ എന്തുകൊണ്ട് സർക്കാരിലേക്കും സർക്കാരിൻ്റെ പ്രധാനികളിലേക്കും ആരോപണം ഉയർന്നു വരുന്നു, ജനങ്ങൾ സംശയിക്കുന്നു എന്നത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? കാരണം വിനേഷ് ഫോഗട്ട് പുറത്തായി എന്ന വാർത്ത വരുമ്പോൾ അതിൽ ഏറ്റവും ആനന്ദിക്കുന്നവർ, അത്തരം പോസ്റ്റുകളെല്ലാം താഴെ ഹഹഹ കൊണ്ടുപോയിടുന്ന ആളുകൾ, അത് വേണമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ BJP സംഘപരിവാർ ആളുകളാണ്. രാജ്യത്ത് മുഴുവൻ, രാജ്യത്തെ എല്ലാ മീഡിയകളുടെയും ഈ വാർത്തയുടെ താഴെ പോയി നോക്കിയാൽ ആഹ്ലാദിക്കുന്നവർ മോദി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം ഏത് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോയതാലും കൊള്ളാം, മോദിയെ എതിർത്തിട്ടുണ്ടെങ്കിൽ നീ തോൽക്കണമായിരുന്നു എന്ന് പറയുന്ന ആളുകളെ കാണുകയാണ്. അപ്പോൾ ഇത് പ്ലാൻഡായി വിനേഷ് ഫോഗട്ടിനെ താഴെ വീഴ്ത്താൻ ഒരു രാഷ്ട്രീയ കൂട്ടം ശ്രമിച്ചു എന്ന ആളുകൾ സംശയിക്കുന്നതിൽ തെറ്റുവല്ലതും പറയാൻ പറ്റുമോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അല്ല നിഷാദേ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് അങ്ങേയറ്റം ദുഃഖകരമായ പാരീസ് ഒളിമ്പിക്സിൽ ഉണ്ടായ ഒരു സംഭവത്തെ സംബന്ധിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയും അതേപോലെ സ്പോർട്സ് മന്ത്രി, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഔപചാരികമായും ഔദ്യോഗികമായുമെല്ലാം
അക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തുന്ന ഒരു വലിയ നേട്ടം, ആ നേട്ടം ലഭ്യമാവേണ്ടതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് നമുക്ക് കിട്ടിയില്ല. അതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു, നമുക്കെല്ലാം ദുഃഖമുണ്ടാക്കി. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെ സാങ്കേതികത്വം എന്താണ് എന്ന് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഗിരിധർ അടക്കമുള്ള ആളുകൾക്കറിയാം. ഞാനും നിഷാദും ഒന്നും അതിൻ്റെ സാങ്കേതിക വിദഗ്ധരല്ല. കാരണം ഒരു മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തിൽ അതിൻ്റെ നിയമാവലിയും ചട്ടങ്ങളുമൊക്കെ അതാത് സംവിധാനങ്ങൾ രൂപീകരിക്കുന്നതാണ്. അപ്പോൾ അവർ രൂപീകരിച്ച നിയമാവലിക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മത്സരത്തിൽ വിജയിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യവുമായിരുന്നു. മത്സരാർത്ഥിയുടേത് മാത്രമല്ല, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ആവശ്യം എന്നുള്ള നിലയിൽ ഒളിമ്പിക്സിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിൽ ആത്മാർത്ഥമായ പരിശ്രമം കാലങ്ങളായി നമ്മൾ നടത്തി എന്നവകാശപ്പെടുമ്പോൾ അത് ഏത് കാലഘട്ടം മുതൽ രൂപപ്പെട്ടു, എത്രമാത്രം അതിന് പിൻബലം നൽകി എന്നൊക്കെ ഉള്ളത് ഈ കാലഘട്ടത്തിലും വരാൻ പോകുന്ന കാലഘട്ടത്തിലുമൊക്കെ നമ്മുടെ സ്പോർട്സ് പ്രേമികളായിട്ടുള്ളവരും അല്ലാത്തവരുമായ പൊതുസമൂഹം വിലയിരുത്തുക തന്നെ ചെയ്യും, വിലയിരുത്തപ്പെടേണ്ടതുമാണ്. അല്ല, ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോൾ നമ്മൾ അവർക്ക് നഷ്ടപ്പെട്ട മെഡൽ നമുക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്നതാണ്, തർക്കമില്ല. പ്രധാനമന്ത്രി അടക്കമുള്ളവർ അതിലെ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സങ്കടപ്പെടുമ്പോൾ BJP-ക്കാരെ സംബന്ധിച്ച് കുറ്റബോധത്തിൻ്റെ ഒരു എലമെൻ്റ് കൂടി അതിനകത്ത് കിടക്കുന്നുണ്ടോ? കാരണം വിനേഷ് ഫോഗട്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ ഈ പദവിയിൽ വരുന്ന ആളാണ്, ഈ പൊസിഷനിൽ വരുന്ന ആളാണ്. പക്ഷേ അവർക്ക് വീണു പോവേണ്ടി വന്നു. പക്ഷെ അവരുടെ നേട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടതിൻ്റെ, അവരുടെ സമരപ്പന്തലെടുത്തെറിഞ്ഞതിൻ്റെ, ഗംഗയിൽ ഞങ്ങളുടെ മെഡലുകൾ ഒഴുക്കാൻ പോവുകയാണെന്ന വൈകാരികമായൊരു നിമിഷത്തിൽ പോലും നിശബ്ദമായിരുന്നതിൻ്റെ, അവരെ ലൈംഗികമായി പീഡിപ്പിക്കുക, നമ്മളെ സഹോദരിമാർ, നമ്മുടെ അഭിമാന താരങ്ങൾ, അവർ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അവരുടെ സഹോദരിമാർക്ക് വേണ്ടിയുള്ള സമരം, ആ സമരത്തിൽ ആരോപണ വിധേയനായ ഏറ്റവും പ്രധാനി ഇപ്പോഴും സർവ്വ പ്രതാപത്തോടെ ജീവിക്കുക, അയാളുടെ മകന് ടിക്കറ്റ് കൊടുക്കുക, ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്കിപ്പോൾ വിനേഷ് ഫോഗട്ടിനൊപ്പം ഞങ്ങൾ എന്ന് പറയാൻ കുറച്ചൊരു പ്രയാസം ധാർമ്മികമായി ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരു ധാർമ്മികമായ ഒരു പ്രശ്നവുമില്ല ഇക്കാര്യത്തിൽ. കാരണം ഇവിടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്കൊപ്പം നിൽക്കാൻ രാജ്യം ബാധ്യസ്ഥമാണ്, ജനങ്ങൾ ബാധ്യസ്ഥമാണ്, ഭരണകൂടം ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ ഭരണത്തിന് കീഴിൽ തന്നെ അവർക്ക് രാജ്യത്തിൻ്റെ ഏറ്റവും എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഏറ്റവും ഉന്നതമായ സംവിധാനങ്ങളെ എല്ലാം അവർക്ക് മാത്രമല്ല, അവരെപ്പോലെ തന്നെയുള്ള മറ്റ് ഒളിമ്പിക്സിൽ പ്രതിനിധീകരിക്കുന്ന എല്ലാവർക്കും ആ ഒരു പരിഗണന കൊടുക്കുന്ന സമീപനം ഇന്ത്യയുടെ സ്പോർട്സ് മന്ത്രാലയവും ഒളിമ്പിക്സ് അസോസിയേഷനും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ സ്പോർട്സ് മന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞ വാക്കുകളിലെല്ലാം വ്യക്തമാണ്. അപ്പോൾ ഏതായാലും ആ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്ന സ്പോർട്സ് താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഭരണകൂടമാണ് എന്ന മെസ്സേജ് പ്രധാനമന്ത്രി അടക്കം പരസ്യമായി പ്രകടിപ്പിക്കുമ്പോൾ, പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് മുൻകാലത്ത് എന്തെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവം ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായോ അല്ലെങ്കിൽ മറ്റു ചിലരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇപ്പോൾ അതാണ് ചർച്ചാ വിഷയമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വേറൊരു വിഷയം എടുത്ത് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടുത്തെ വിഷയം ഇന്ന് അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു നമുക്കെല്ലാം അവകാശപ്പെട്ട, നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വർണ്ണ മെഡൽ അത് ലഭ്യമാവാതെ വന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതുമാണ്. ഓക്കെ, രാധാകൃഷ്ണൻ, ഇതിനകത്ത് പക്ഷേ എല്ലാവരും ഒരുമിച്ചിരുന്ന് സങ്കടപ്പെടുകയല്ല, മറിച്ച് ഇതിനകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്, അത് ഉന്നയിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്.
സോ ആ സംശയത്തെ ദൂരീകരിക്കാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സത്യത്തിൽ ഇതിനകത്ത് ആവശ്യമാണോ? എന്തുകൊണ്ടാണ് അവരുടെ ഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയാതെ പോയത്? അതിനകത്ത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായില്ലേ? അവർക്ക് തന്നെയും തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള അവിശ്വാസത്തിലൂടെ ചവിട്ടി കയറിയിട്ടാണ് അവരുടെ എത്തിയിട്ടുള്ളതെന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമ്മുടെ സിസ്റ്റം ശരിയാവണ്ണം പ്രവർത്തിച്ചില്ലേ? എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായോ എന്ന കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അല്ല, ഈ സാധാരണഗതിയിൽ ഈ തരത്തിൽ മത്സരാർത്ഥികൾ പോകുമ്പോൾ അവരാഗ്രഹിക്കുന്ന കോച്ച്, അവരാഗ്രഹിക്കുന്ന സംവിധാനം, ഇതെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുന്ന സമീപനം രാജ്യം സ്വീകരിക്കാറുണ്ട്. ഇവരുടെ കാര്യത്തിലും അതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് സ്പോർട്സ് മന്ത്രി അടക്കം പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇനിയിപ്പോൾ അവരോ അല്ലെങ്കിൽ അവരുടെ കോച്ചോ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ പറഞ്ഞാലേ നമുക്കും അറിയും. ഏതായാലും ഇതുവരെയുള്ള നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അവർക്ക് രാജ്യത്തിൻ്റെ എല്ലാ പിൻബലവും നൽകിയിട്ടാണ് അവർ ഈ മത്സര രംഗത്തേക്ക് വന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് 55 കിലോഗ്രാം നിലവാരത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു 4-5 കിലോഗ്രാം കുറച്ച് വേറൊരു തലത്തിലേക്ക് മാറാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അതിന് വേണ്ടത്ര ശ്രദ്ധയുണ്ടായോ അല്ലെങ്കിൽ പരിഗണനയുണ്ടായോ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ അത് രാജ്യത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ അയച്ചിട്ടുള്ള ആളുകൾ അവർ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വാസത്തിലെടുക്കാനും, അതേപോലെ തന്നെ ഒരു സ്പോർട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മത്സരത്തിന് അല്ലെങ്കിൽ അത്തരം മത്സരവേദികളിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ, ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഷൈനി വിൽസൺ, അവർ ഇതേപോലെ മത്സരത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ അവർ ഓട്ടത്തിനിടയിൽ ഒരു വലയിൽ സ്പർശിച്ചു, നെറ്റിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവസരം നഷ്ടപ്പെട്ടു, അവർ കിട്ടേണ്ട മെഡൽ കിട്ടിയില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിയമാവലിയും സംവിധാനങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്നോ ആദ്യത്തെ സംഭവമാണെന്നോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇത് ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിൽ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്ന താരങ്ങൾക്ക് പരിരക്ഷ കൊടുക്കുവാനും പരിവേഷം കൊടുക്കുവാനും അവർക്ക് പിന്തുണ കൊടുക്കുവാനുമൊക്കെ നാം തയ്യാറാവേണ്ടതുണ്ട്. ഇതിലൊരു അന്വേഷണം എന്ന ആവശ്യം ആളുകൾ ഉയർത്തുന്നുണ്ട്. അതിലേക്ക് സർക്കാർ എത്തുമോ എന്നറിയില്ല. പക്ഷേ അനൂപ്, ഗവൺമെന്റിന് അവരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതേസമയം അവർക്ക് പാരീസ് ഒളിമ്പിക്സിൽ എത്താൻ ആവശ്യമായ സകല തരത്തിലുള്ള ഫെസിലിറ്റേഷനും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പണച്ചെലവുണ്ടായിട്ടുണ്ട്. മികച്ച ഹംഗേറിയൻ കോച്ചിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്ന വിശദീകരണം. അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ട് എന്നതിൻ്റെ പേരിൽ പാരീസ് ഒളിമ്പിക്സിൽ അവർ പോകുന്നത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവർക്ക് ഫെസിലിറ്റീസ് ഇല്ലാതായിട്ടുണ്ടോ? പൈസ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമുണ്ടോ? ഫണ്ടിൻ്റെ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അവർക്ക് 53-ൽ മത്സരിക്കാൻ പറ്റില്ല, 50-ൽ മത്സരിക്കാൻ അവരെ സജ്ജരാക്കി ആവശ്യമായ സഹായം ചെയ്തു, ഫൈനൽ വരെ എത്തിച്ചു. ബാക്കിയുള്ളത് നിർഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വളരെ വ്യക്തതയുള്ള ആയുധങ്ങളുണ്ടോ എന്നാണ് ചോദ്യം. മറിച്ച് സർക്കാർ അവർക്ക് ചെയ്ത ഫേവറുകൾ, സഹായം എന്നിവയെക്കുറിച്ച് വലിയൊരു കണക്കും വരുന്നു. ഇത്തരം കാര്യങ്ങളെ നിർഭാഗ്യത്തിൻ്റെ കള്ളിയിൽ ഒതുക്കാൻ കഴിയുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ BJPയുടെ രാധാകൃഷ്ണ മേനോൻ അദ്ദേഹം പോലും പറയുന്നത് എന്താ, ഏതോ ഒരു വ്യക്തിയുമായി ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഏതോ ഒരു വ്യക്തിയല്ലല്ലോ. ബ്രജ്ഭൂഷൺ എന്ന് പറയുന്നത് കായിക സംഘടനയുടെ തലപ്പത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അദ്ദേഹം BJPക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ MP ആണ്. അദ്ദേഹത്തിന് നേരെയാണ് ആരോപണങ്ങൾ ഉള്ളത്. അന്ന് BJPയുടെ പൊസിഷൻ എന്തായിരുന്നു? അവർ ആരുടെ കൂടെയാണ് നിന്നത്? അത് കൃത്യമായി വ്യക്തമല്ലേ, നമ്മുടെ മുന്നിലുള്ള കാര്യമല്ലേ. ഇരയുടെ ഒപ്പവും വേട്ടക്കാരൻ്റെ ഒപ്പവും ഒരേ സമയം നിൽക്കാൻ കഴിയുമോ? ആ സമയത്ത് വളരെ കൃത്യമായി ബ്രിജ്ഭൂഷൺ സപ്പോർട്ട് ചെയ്തതാ. ഇപ്പോൾ പോലും താങ്കൾ പറഞ്ഞു ഈ BJP അനുഭാവികളുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന ആഹ്ലാദം ഇവിടെ വളരെ കൃത്യമല്ലേ. കൃത്യമായ ഗുരുതരമായ വീഴ്ചകൾ നടന്നിരിക്കുന്നു. നിസ്സാരമായി ലഘൂകരിക്കാൻ കഴിയുന്നതാണോ? ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കേട്ടുകേൾവിയുണ്ടോ? നമ്മൾ ഒരു ഓർത്തോപീഡിക് സർജനെ ന്യൂട്രീഷനായി അയക്കുമ്പോൾ വളരെ കൃത്യമായി ഇതിനകത്ത് അലംഭാവം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ അവർ എന്ത് കഴിക്കണം, അവർ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരല്ലല്ലോ.
അവർ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളുടെ കാര്യത്തിൽ രാജ്യം കാണിക്കേണ്ട ഒരു കരുതലുണ്ട്. അതാണ് ഇവിടെ നടക്കാതെ പോയത്. ഇവിടെ വളരെ കൃത്യമായി അവർ തന്നെ മുൻപേ ചൂണ്ടിക്കാണിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അവർ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. എനിക്കെതിരെ ഉത്തേജക മരുന്ന് കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ വരെ നടന്നിരിക്കാമെന്ന് അവർ മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ വേറൊരർത്ഥത്തിൽ അതിനെ ശരിവെക്കുന്ന രീതിയിൽ അവരെ അയോഗ്യരാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു താരത്തിൻ്റെ കൂടെ രാജ്യം നിൽക്കേണ്ട ഘട്ടങ്ങളില്ലേ? ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയുടെ കൂടെ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവരുടെ കൂടെ നിലയുറപ്പിച്ചതിൻ്റെ മഹനീയമായ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു രാജ്യത്തെ മുഴുവൻ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തുന്ന താരമെന്നുള്ള രീതിയിൽ ഉഷയ്ക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ പറഞ്ഞത് പോലെ അവർക്ക് ഗുസ്തി പരിശീലനം നടത്തുന്നതിൽ കൂടുതൽ ഇവിടുത്തെ സിസ്റ്റവുമായി ഭരണകൂടവുമായി ഗുസ്തി പിടിക്കേണ്ടി വന്നെങ്കിൽ അതിന് ഉത്തരവാദിത്തം ആർക്കാ? വളരെ കൃത്യമാണ്. അവർ ഒരു പ്രതീകമാണ്. അവർ ഈ രാജ്യത്തേക്ക് മെഡലുമായി വന്നാൽ അത് ആരുടെ അഹന്തയെയാണ് മുറിവേൽപ്പിക്കുക എന്ന് നമുക്കെല്ലാം വ്യക്തമാണ്. പക്ഷെ അത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെയോ നടന്നിരിക്കുന്നു എന്നുള്ള സംശയം ഏതെങ്കിലും വ്യക്തികൾക്കല്ല, രാജ്യത്തിനുണ്ട്. അതാണിന്ന് പാർലമെന്റിനകത്ത് പ്രതിപക്ഷമടക്കം ഉന്നയിച്ചത്. വളരെ കൃത്യമാണ്. BJP-ക്കാരുടെ ചോദ്യം, അങ്ങനെ അവർ പോവാൻ പാടില്ല എന്നെങ്കിൽ അവരെ ഏതൊക്കെ തരത്തിൽ തുടക്കത്തിലെ തടയാൻ കഴിയുമായിരുന്നു? അവരിപ്പോ ഫൈനൽ വരെ എത്തിയില്ലേ? അപ്പൊ അതിന് മുൻപേ അവരെ തടുക്കാൻ കഴിയുമായിരുന്നു. അവരിങ്ങനെ ഇന്നലത്തെ അവരുടെ ഫൈനൽ പ്രവേശം വലിയ തോതിൽ രാജ്യം ആഘോഷിച്ചല്ലോ. ആ ആഘോഷം നരേന്ദ്രമോദിയോടുള്ള വിയോജിപ്പായി കൂടി നുരഞ്ഞു പൊന്തി വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുള്ള സാധ്യത പോലും അടയ്ക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്തില്ല എന്നാണ്. അല്ല, അവർ ഇന്നലെ പോലും വളരെ കൃത്യമായി ഇന്ന് പാർലമെന്റിനകത്ത് ഒരു MP ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. ഇന്നലെ ഈ പ്രധാനമന്ത്രി അവരെ അഭിനന്ദിക്കാൻ തയ്യാറായില്ല. ഇന്നാണ് അവരെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി വരുന്നത്. BJP-യുടെ സംഘപരിവാറിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഇത് വളരെ കൃത്യമായ ഇവരിൽ ഒതുങ്ങുന്നൊരു വിഷയമല്ല. എല്ലാ കാലത്തും രാജ്യസ്നേഹത്തിൻ്റെ കുത്തക അവകാശപ്പെടുകയും മറ്റുള്ളവരെ ചെറിയ വിയോജിപ്പുകൾ ഉന്നയിക്കുന്ന ആളുകളെ രാജ്യവിരുദ്ധരെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം, രാജ്യത്തിൻ്റെ അഭിമാനമായ രാജ്യത്തിൻ്റെ യശസ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വനിതാ താരത്തോട് കാണിക്കുന്ന പെരുമാറ്റം ഇതാണെങ്കിൽ എല്ലാ കാലങ്ങളിലും BJP സംഘപരിവാർ ദേശീയതയുമായി ബന്ധപ്പെട്ട് അവരുടെ സമീപനം എന്ന് പറയുന്നത് സംഘപരിവാരവും അതിന്റെ നേതൃത്വവും ആത്മാർത്ഥമായി വിനേഷ് ഫോഗട്ടിനൊപ്പം നിൽക്കുന്നു എന്ന് വിചാരിക്കാൻ നിർവാഹമില്ല എന്നാണ് കോൺഗ്രസിന്റെ പാനലിസ്റ്റായ VR അനൂപ് ചൂണ്ടിക്കാണിക്കുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും. വിനേഷ് ഫോഗട്ടിന്റെ ഫൈനൽ പ്രവേശത്തിന് പിന്നാലെ ഉണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചുപോക്ക്, അല്ലെങ്കിൽ അവർക്കുണ്ടായ വീഴ്ച, അതിന് അസാധാരണത്വങ്ങളുണ്ടോ, അതിൽ ദുരൂഹതകളുണ്ടോ എന്ന വിഷയം സംസാരിക്കുകയായിരുന്നു ശ്രീ ഫ്രാൻസിസ് ജോർജ് MP നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഈ അപ്രതീക്ഷിത വീഴ്ചയിൽ നിങ്ങൾ രാഷ്ട്രീയം കാണുന്നുണ്ടോ? രാഷ്ട്രീയമെന്ന് നമ്മളങ്ങനെ പറയുന്നില്ല. രാഷ്ട്രീയം കാണുന്നുവെന്നും 100% അങ്ങനെയും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ബഹുമാനപ്പെട്ട കായിക മന്ത്രി ഈ കാര്യം ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തിയപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ ഒരു താരം, രാജ്യത്തിന് യശസ് നേടിത്തരുന്ന ഒരു താരം, അതും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് മാസങ്ങളും വർഷങ്ങളും നീണ്ട പരിശീലനത്തിനൊടുവിൽ ഇങ്ങനെ ഒരു, ഞാനിതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല. ഇപ്പോൾ ഒളിമ്പിക്സിൽ നമുക്ക് 100 ഗ്രാം അത് സാരമില്ല പോകട്ടെ എന്ന് പറയാമെന്നൊന്നും ഞാൻ പറയില്ല. അവൾ വളരെ കർശനമായ നിയമമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും അങ്ങനെ നിർഭാഗ്യകരമായിട്ടൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരോട് ഒരു സിമ്പതി കൂടുതൽ പ്രകടിപ്പിക്കേണ്ടതിന് പകരം, പിന്തുണച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹം കൂടുതലും പറഞ്ഞത്, വാചാലമായി പറഞ്ഞതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ, അവരെ ഞങ്ങൾ ഇങ്ങനെ പരിശീലനത്തിന് അയച്ചു, അങ്ങനെ സഹായം ചെയ്തു, ഇങ്ങനെ സഹായം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുത്തത്. അതാണ് വലിയ ശക്തമായ പ്രതിഷേധം ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? കെനിയൻ താരം 5000 മീറ്റർ ഓട്ട മത്സരത്തിൽ ഇതുപോലെ സമാന രീതിയിൽ അയോഗ്യത ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട കെനിയൻ താരത്തിന് ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ അത് പിൻവലിച്ചല്ലോ ഒളിമ്പിക് അസോസിയേഷൻ, IOA. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു താരത്തിന് ഇതുപോലൊരു പ്രശ്നം വരുന്നത്. പിന്നെ ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം, വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ ഒരു പശ്ചാത്തലം, കുറേ കാലങ്ങൾക്ക് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ എന്താണ്. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് എന്ത് നിലപാടാണ്, അത്ര എന്താ പറയുക, വളരെ വേദനാജനകമായ ഒരു വിഷയം വന്നപ്പോൾ അവരിതുപോലെ സമരം ചെയ്തപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ശ്രീ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ സമരം ചെയ്തപ്പോൾ ഇവർ അവസാനം
ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ എന്താ പറയുക, എല്ലാം ഒരു ആശ്വാസവുമില്ല, ഗവൺമെൻറ് പൂർണ്ണമായി കൈവിട്ടു എന്ന് മനസ്സിലായി നിരാശയിൽ നിന്ന് അവർ പറഞ്ഞു ഞാൻ ഈ മെഡലുകൾ, ഞാൻ ഇതുവരെ നേടിയ മെഡലുകൾ നദിയിലെറിയും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങേര് പറഞ്ഞു അത് വെറും 15 രൂപ വിലയുള്ള മെഡലാണ്, അവർ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി മുടക്കിയ പണം, അവർക്ക് പരിശീലനത്തിനും മറ്റ് സഹായങ്ങൾക്കൊക്കെ വേണ്ടി മുടക്കിയ പണമാണ് അവർ തിരിച്ചു തരേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കാണിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലുള്ള ഇത്ര എന്താ പറയുക സെൻറ്റിമെൻ്റലായിട്ടുള്ള വളരെ ഒരു വൈകാരികമായ ഒരു സന്ദർഭത്തിൽ പോലും ഈ പണം മുടക്കിയതിനെക്കുറിച്ചും സഹായങ്ങൾ ചെയ്തതിനെക്കുറിച്ചും എടുത്തു പറയുകയും എന്നാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായതിനെ ഒരുതരം അത്ര കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു ഇംപ്രഷൻ കൊടുക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുക? അതാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം. അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കായിക താരങ്ങളോട് ഒരിക്കലും ഗവൺമെൻറ്റോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ചുമതലയുള്ള ഏജൻസികളോ എടുക്കേണ്ട ഒരു സമീപനമല്ല. പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വലിയ പിന്തുണ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അർത്ഥത്തിലും വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിനെ ഞാൻ കുറച്ചും കാണുന്നില്ല. പക്ഷേ കായിക മന്ത്രി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയോട് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മട്ടിൽ ഗവൺമെൻറ്റിന് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ ഒരു അല്പം ഒരു നിസ്സംഗതയോട് കൂടിയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഫ്രാൻസിസ് ജോർജ്, സർക്കാരിന്റെ സമീപനത്തിലെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിനകത്തൊരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന ആവശ്യം പ്രതിപക്ഷത്തിനുണ്ടോ? തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ചെറിയ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെടും. മെഡലിനേക്കാൾ കൂടുതൽ ആ കുട്ടിയുടെ അവരുടെ അധ്വാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെത്ര ത്യാഗപൂർണമായിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിയത് ദീർഘകാലം ഈ ഒരു കാര്യത്തിന് വേണ്ടി. അവർ ഈ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ അവരത് പറയുകയുണ്ടായി. ഞാൻ ഒളിമ്പിക് മെഡൽ, അവരെ പുച്ഛിച്ച് അവരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ഞാൻ ഒളിമ്പിക് മെഡൽ നേടി വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കി ഞാൻ എൻ്റെ നേട്ടത്തെക്കുറിച്ച് പറയുമെന്ന ഒരു പരാമർശം അവർ നടത്തിയതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ പരിശ്രമം നടത്തിയ ഒരാൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നുവെങ്കിൽ എന്തുകൊണ്ടാണ്? അവർക്ക് പരിശീലകരുണ്ടായിരുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ടായിരുന്നല്ലോ. ഈ തൂക്കത്തിൻ്റെ കാര്യത്തിൽ 100 ഗ്രാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം വരാതെ നോക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരെ പരിശീലിപ്പിക്കുകയും അവരുടെ ഇതിൻ്റെ ചുമതലയുള്ള ആളുകൾക്കുമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഇങ്ങനൊരു കുറവ് വന്ന്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറവ് വന്നു, ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്ക രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം എന്തുകൊണ്ടും വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ഞാനൊന്ന് പറയാം. VR ഗിരിധർ, ഇപ്പം ഇതിനകത്ത് ഇനിയിപ്പോൾ ഭാര കൂടുതലുണ്ടായി, നമുക്കത് കുറയ്ക്കാൻ ഒരു നിവൃത്തിയുമില്ല, നമ്മൾ ഭാര പരിശോധനയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും കിട്ടുമായിരുന്ന വെള്ളി മെഡലിന് വേണ്ടി ശ്രമിക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഇഞ്ചുറി റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സ്മാർട്ട് വർക്ക് ഉണ്ടായിരുന്നുള്ള വിമർശനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സാധ്യത എത്രയാണ്? ഇല്ല, നമുക്ക് ഇഞ്ചുറി റിപ്പോർട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. അതായത് നമ്മുടെ ആദ്യത്തെ ദിവസം വെയിങ് ഉണ്ടാവും. അതായത് സെമി ഫൈനൽ വരെ ഉള്ള ബൗട്ട്സ് ആണ് ആദ്യത്തെ ദിവസം നടക്കുന്നത്. അത് കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്യുന്നവർ, അതായത് സിൽവർ മെഡൽ, അതായത് ഗോൾഡ് മെഡലിനും ബ്രോൺസ് മെഡലിനും വേണ്ടി ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവരുടെയും വെയിറ്റ് കമ്പൽസറി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം എടുത്തിരിക്കണം. അത് ആരെങ്കിലും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഇഞ്ചുറി കാണിക്കുകയോ ഒന്നും പറ്റില്ല. ഒരു പോൺ വഴി വെച്ചാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വെയിറ്റ് കുറച്ചിട്ട് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നല്ലോ. അതായത് വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആയി കഴിഞ്ഞു. പിന്നെ ആ ബൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഫിസിക്കൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രക്തം ചോർന്ന് കളയോ അങ്ങനെ ഏതെങ്കിലും രീതിയിലോട്ട് പോയി വെയിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരു സിൽവർ മെഡൽ ഉറപ്പിക്കായിരുന്നു. പക്ഷെ ആ നമ്മൾ ആലോചിക്കണം, 2 കിലോ 2.7 kg എന്ന ഒരു നൈറ്റ്, അതായത് 3 ബൗട്ട് റെസ്ലിംഗ് ചെയ്ത കുട്ടി ഒരു നൈറ്റില് ഉറങ്ങാതെ രാത്രി ഫുൾ സൈക്കിൾ ചവിട്ടി, സോണയിൽ വരുന്നു സൈക്കിൾ ചവിട്ടിയിട്ട് ഒരു ഫുഡും കഴിക്കാതെ അതിനുശേഷം, എന്നിട്ടാണ് നമ്മൾ ഈ ഒരു 100 ഗ്രാം വരെ എത്തിയത്. അപ്പൊ നമുക്ക് ഇതിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിൽ നമുക്കൊരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യൻ എല്ലാ ജനതയും നമ്മളെ ഈ ഇത്രയും ആവേശം കൊള്ളിച്ച ഒരു എന്താണ് ഒരു ഇവന്റ് ഉണ്ടായോ എന്ന് തന്നെ. നമ്മുടെ ഹോക്കിയുടെ ഒരു തോൽവിയിലും നമ്മുടെ ഇതിന്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ രീതിയിൽ ഓൾ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ എല്ലാവരും ഇതില് സിസ്റ്റം വേട്ടയാടിയ ഒരാളുടെ വിജയം എന്നതിലേക്കുള്ള സവിശേഷമായ പിന്തുണ കൂടി അവർക്ക് കിട്ടിയിരുന്നുകൊണ്ട് നമ്മളെ കാണേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, രാധാകൃഷ്ണ മേനോൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അവർ ഫൈനലിൽ വന്നത് അവർ ഒരു അന്താരാഷ്ട്ര മത്സരത്തിലും തോൽവി രുചിക്കാത്ത ജപ്പാന്റെ
താരത്തെ, മുൻ ചാമ്പ്യനെ കൂടി അട്ടിമറിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിൽ വരുന്നത്. അവരുടെ ഫൈനൽ യാത്രയിലുണ്ട് ആ ഒരു വിജയം കൂടി. അങ്ങനെ ഒരാളെ രാജ്യം മുഴുവൻ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തത് സത്യത്തിൽ വിനേഷ് ഫോഗട്ടിൻ്റെ ഫൈനൽ പ്രവേശമായിരുന്നു. നമ്മൾ പ്രധാനമന്ത്രി പക്ഷേ അതിനെക്കുറിച്ച് സന്തോഷമൊന്നും പ്രകടിപ്പിച്ചില്ല. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും ഒരു നിലയ്ക്കുള്ള പ്രതികരണവും നടത്തിയില്ല. ഇന്നിപ്പോൾ അവർ വീണുപോയപ്പോൾ സങ്കടം രേഖപ്പെടുത്തി. അതിലത്ര ആത്മാർത്ഥത പോരാ എന്നാണ് ഒരു വിമർശനം. സത്യത്തിൽ അത് അങ്ങനത്തെ പ്രശ്നമുണ്ടോ? നേരത്തെയും വിനേഷ് ഫോഗട്ടിനെ പോലെ നമ്മുടെ അഭിമാന താരങ്ങളായിരുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയെ അനുഭവിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായില്ല. എന്നാൽ അദ്ദേഹം നാരീശക്തി എന്ന് പ്രസംഗിക്കുന്നുണ്ട് താനും. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലും ആത്മാർത്ഥത പോരാ എന്ന വിമർശനത്തിന് സാധുതയുണ്ടെന്ന് തോന്നുന്നു. അല്ല നിഷാദ്, അതിനൊരു സാധ്യതയില്ല. കാരണം പ്രധാനമന്ത്രിയും ഒളിമ്പിക്സ് അസോസിയേഷനും സ്പോർട്സ് മന്ത്രാലയവും എല്ലാം അവർ സ്വർണ്ണ മെഡൽ നേടാൻ വേണ്ടിയുള്ള എല്ലാ പിൻബലവും പിന്തുണയുമായി അവർക്കൊപ്പം നിൽക്കുകയാണ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർ സ്വർണ്ണ മെഡലിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളി കിട്ടിയപ്പോൾ അതിനെ അനുമോദിച്ചില്ല, അല്ലെങ്കിൽ അനുമോദിച്ചിട്ട് അവിടെ വെച്ച് ഇപ്പോൾ ഇടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, ഈ വെള്ളി മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ മേലായിരുന്നു. ഇതെന്ത് സുരേഷ് ഗോപി നടത്തുന്ന നമ്മുടെ കോടീശ്വരം പരിപാടിയോ വല്ലതും ആണോ? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇടയ്ക്ക് വെച്ചിട്ട് അല്ല ഇവിടെ ഇത് അതെ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട് എനിക്ക് ഇവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോവാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെള്ളി മതി എന്ന് പറഞ്ഞ് പോരാൻ പറ്റൂ? അതാത് ഒളിമ്പിക്സ് അസോസിയേഷനും അത് ഇൻ്റർനാഷണൽ തലത്തിൽ ലോകത്തിൻ്റെ നാം പറയുന്നത് പോലെ തന്നെ തുല്യ പ്രാധാന്യത്തിൽ പറയുന്ന മറ്റ് രാജ്യങ്ങളുടെ അവകാശം അവരെല്ലാവരും നിന്ന് ഇഞ്ചോടിഞ്ച് 1 ഗ്രാമിന് വേണ്ടിയും 2 ഗ്രാമിന് വേണ്ടിയും സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് നമ്മൾ വെള്ളി ഉറപ്പിച്ചപ്പോൾ അതിനെ അനുമോദിച്ച് വെള്ളി മേടിച്ചുകൊണ്ടേക്ക് പോന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇത് ഈ സാധാരണഗതിയിൽ നമ്മുടെ ഈ വിമർശകരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, ഈ മോങ്ങാനിരുന്ന ചേച്ചിയുടെ നിലയിൽ തേങ്ങ വീണു എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് വിമർശിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു ചേട്ടത്തിയെ, അപ്പോൾ അത് അവർ തേങ്ങ വീണത് ഒരു അല്ലെ കരയാൻ വേണ്ടിയിരിക്കുന്ന ചേച്ചിയുടെ തലയിലോട്ട് തേങ്ങ വീടാനുണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പാടില്ല നിഷാദേ. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ 100% ആത്മാർത്ഥമാണ്. അതിനെ പിൻബലത്തോടു കൂടി. കാരണം താങ്കൾ പലകുറി ആ പോയിന്റ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ, സർക്കാരിന്റെ ആത്മാർത്ഥ സംശയിക്കപ്പെടുന്നത് സത്യത്തിൽ അവർക്കൊരു വലിയ പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാത്തത് കൊണ്ടല്ലേ? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഉയർന്നു വന്ന ആരോപണം എന്തുമാത്രം വലുതാണ്? ഡൽഹി പോലീസ് വൈകിയാണെങ്കിലും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ അലിഗേഷൻസ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നല്ലേ? എന്നിട്ട് എന്താണ് BJP ചെയ്തത്? അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും സർവ്വപ്രതാപിയായി ജീവിക്കുകയാണ്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക, അദ്ദേഹത്തിന് മകന് സീറ്റ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം MP ആവുകയാണ്. എല്ലാ തരത്തിലുമുള്ള പ്രിവിലേജസ് ഇപ്പോഴും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് അനുഭവിക്കുന്നു. ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. നിങ്ങളാവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, പല വിഷയങ്ങളിൽ ശബ്ദിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ മൻ കി ബാത്തിലൊക്കെയാണ് രാജ്യത്തെ ഒരു വളരെ കോണിലുള്ള വിഷയങ്ങൾ പോലും പ്രധാനമന്ത്രി സംസാരിക്കുക. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കി നമ്മുടെ താരങ്ങളുണ്ടോ ഈ ഗംഗയിൽ ഒഴുക്കാൻ പോവുകയാണ് മെഡൽ. അപ്പോഴെങ്കിലും പ്രധാനമന്ത്രി സംസാരിക്കണ്ടേ? പ്രധാനമന്ത്രി കാണാൻ പോകുന്നു, അദ്ദേഹം സമ്മതിക്കുന്നില്ല. വാതിക്കൽ മെഡൽ വെച്ചിട്ട് മടങ്ങിപ്പോരേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു സമീപനം ആ പാവങ്ങളോട് എടുത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇവരുടെ കൂടെ അല്ല എന്ന് നമ്മുടെ ജനങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്? അല്ല നിഷാദേ, അതിപ്പോൾ ആസൂത്രിതമായി അങ്ങനെ ഒരു പരിശ്രമം അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലിറക്കുകയോ അതല്ലല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മൾ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് തന്നെ ഞാനടക്കം പങ്കെടുക്കുന്നത് ആ വിഷയമാണ് എന്ന് പറഞ്ഞിട്ടല്ല. ആ വിഷയം അല്ല ഇന്ന് നമ്മുടെ വിഷയം എന്ന് മനസ്സിലാക്കിയിട്ട്, അതേസമയം ഇന്നത്തെ ചർച്ചാ വിഷയം നമുക്കൊരു നഷ്ടം വന്നു, ആ നഷ്ടത്തെ പരിഹരിക്കാവുന്ന തരത്തിൽ ഭാവിയിൽ നാം അതിന് തയ്യാറെടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നേരത്തെ ഉണ്ടായ ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം, ഇപ്പോൾ ഈ ഒരു വിഷയത്തിലെ സമരം, അതുപോലെ കർഷകരുടെ സമരം, ഇങ്ങനെ പല സമരത്തെ പറ്റിയും രാഷ്ട്രീയമായും വ്യത്യസ്ത അഭിപ്രായം നമ്മുടെ എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, നിഷാദിനും ഉണ്ടാവും. നിഷാദിൻ്റെ അഭിപ്രായം ഉണ്ടാവും, കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസിൻ്റെ അഭിപ്രായമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ അഭിപ്രായമുണ്ട്, BJPക്ക് BJPയുടെ അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനെ ആ നിലയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയായിട്ട് ഞാനിപ്പോൾ ഇന്നത്തെ അതിലേക്ക് താങ്കൾ ദീർഘമായി കടക്കണ്ട. പക്ഷേ ഒരു പെൺകുട്ടികളായിട്ടുള്ളവർ, വനിതകൾ, അവർക്കെതിരെ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടായി എന്ന പരാതി ഉന്നയിക്കുമ്പോൾ അതിനകത്ത് നിന്നാണ് നമുക്ക് രാഷ്ട്രീയ വ്യത്യാസം. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുക, മൊഴിയുണ്ടെങ്കിൽ കേസെടുക്കുക. എത്ര തവണ സുപ്രീം കോടതി പറഞ്ഞു ഡൽഹി പോലീസിനോട് കേസെടുക്കണം കേട്ടോ എന്ന്, എന്നിട്ടാണ് എടുത്തത്. അതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയം വെച്ചിട്ടാണോ? അതിനകത്തൊക്കെ ഒരു രീതി, നിയമം ഉണ്ടല്ലോ.
നിങ്ങളത് തകിടം മറിക്കാൻ നോക്കിയ ആൾക്കാരാണ്. അതിനെതിരെ ഈ രാജ്യത്ത് വലിയ വിമർശനം ഉണ്ടായിരുന്നു. ആ നിയമത്തിനെതിരായിട്ട്, രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ടൊന്നും ഈ സർക്കാർ ഒരിക്കലും നിന്നിട്ടില്ല. അതേസമയം തന്നെ സ്പോർട്സിനും അതേപോലെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്ന കാര്യങ്ങൾക്കുമെല്ലാം സർവ്വവിധ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗുസ്തി താരത്തിന് തന്നെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള എല്ലാ പിൻബലവും കൊടുത്തുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാനും സമ്മാനം മേടിക്കാനുമുള്ള സാഹചര്യങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കുന്ന രാജ്യം, അവർക്കൊപ്പം നിൽക്കുന്ന ഭരണ സംവിധാനം, അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദൗർഭാഗ്യകരമായ ഒരു നിമിഷത്തിൽ അവരുടെയോ നമ്മുടെയോ ആരുടെയും പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുണ്ടായ ഒരു ദൗർഭാഗ്യകരമായ അന്തരീക്ഷം, അതല്ലേ യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ 100 ഗ്രാമോ അല്ലെങ്കിൽ 1 ഗ്രാമോ അത് നിയന്ത്രിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവർ 55 കിലോയിൽ നിന്ന് 50ലേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് മത്സരത്തിൻ്റെ ആ സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരും, അല്ലെങ്കിൽ അവരുടെ ആ മത്സരിക്കുന്ന നിലവാരം അത് 50 കിലോഗ്രാമിലേക്ക് അവർ അടക്കം അല്ലെങ്കിൽ അവരുടെ കോച്ചടക്കം അവർ തീരുമാനിക്കുമ്പോൾ അതിലേക്ക് പോയാൽ കൂടുതൽ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിനായി അവരനുഭവിച്ചിട്ടുള്ള ഒരു ത്യാഗമുണ്ട്. അവരുടെ ശരീരത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടനുസരിച്ച് അവർ ആശുപത്രിയിൽ അല്ലെങ്കിൽ അവരുടെ ഡീഹൈഡ്രേഷൻ ബാധിച്ച് ചികിത്സയിൽ എന്നൊക്കെ പറയുമ്പോൾ അവരവരുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ, വേണ്ടി വന്നാൽ രക്തം പോലും ഊറ്റിക്കളഞ്ഞ് ഭാരം കുറയ്ക്കാൻ പരിശ്രമിക്കുന്ന ആ നിലയിലുള്ള ഒരു പരിശ്രമം നടത്തുന്ന താരങ്ങൾ. അപ്പോൾ അവർ അങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ട് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അത് രാജ്യത്തെ എല്ലാവരെയും പോലെ സർക്കാരും BJP ഒക്കെയും തന്നെ അതിൽ വേദനിക്കുന്നു എന്നാണ് ശ്രീ രാധാകൃഷ്ണനും ചൂണ്ടിക്കാണിക്കുന്ന പറയുന്ന നിലപാട്. അല്ല, ശ്രീ ഫ്രാൻസിസ് ജോർജ്, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വിശാലമായ കരുതലും സ്നേഹവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നുണ്ട് ട്വീറ്റിൽ. ഏതാണ്ട് അതേ സ്വഭാവം സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളോട് പാർലമെന്റിലും സ്വീകരിക്കുന്നുണ്ടോ? വിശാലമായ സമീപനം, തുറന്ന സമീപനം, കരുതലുള്ള സമീപനം പാർലമെന്റിലും പ്രകടമാണോ അതോ അവിടെ മറിച്ചാണോ? ഇല്ല, പാർലമെന്റിൽ അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല. പാർലമെന്റിൽ പ്രതിഷേധം വന്നപ്പോഴൊക്കെ തിരിച്ചിങ്ങോട്ട് പ്രതിഷേധിക്കുകയല്ലാതെ കൊണ്ട് അങ്ങനെ ഒരു ഇംപ്രഷൻ കിട്ടിയില്ല പ്രതിപക്ഷത്തിന്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസരമാണെങ്കിൽ പോലും അത്ര ശക്തമായിട്ട്, അതായത് ഒരു പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറായത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കായിക മന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടുതൽ പറയുന്നത് എന്താണ്, ഞങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുത്തു, അങ്ങനെ കൊടുത്തു, ആ സഹായം ചെയ്തു, അങ്ങനെ പരിശീലനത്തിന് അയച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എടുത്തെടുത്ത് പറയുന്നത്. അത് വന്നപ്പോഴാണ് പ്രതിഷേധമുണ്ടായത്. അപ്പോൾ സമീപനം എന്ത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണല്ലോ അത്. എനിക്കറിയില്ല, അദ്ദേഹം ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ സർക്കാർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം. ഞാൻ അതിനെ ഒന്നും മറ്റു രീതി കണ്ടുകൊണ്ട് പറയല്ല, ഒരു രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി പറയല്ല. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ അതല്ല വേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഞാൻ നേരത്തെ ഉണ്ടായ വളരെ വേദനാജനകമായ ആ ഒരു പ്രശ്നത്തിൽ അന്ന് പ്രധാനമന്ത്രി എടുക്കേണ്ടിയിരുന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തില്ല. അതുകൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ വരുന്നത്. ആ പറയുന്ന ആ കുറ്റാരോപിതനായിട്ടുള്ള ആളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോയോ ആ അറ്റം വരെ പോയി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഈ തലനാരിഴച്ചകഞ്ഞ് ഇതേക്കുറിച്ച് വിലയിരുത്തുകയും ഒരു വിമർശനപരമായി ഒക്കെ ഒരു കണ്ണോടുകൂടി അതിനെ കാണേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം മുൻകാല അനുഭവം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരോടൊരു പകയുണ്ട് സർക്കാരിനെന്നല്ല, അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ട് എന്നുള്ള ഒരു സംശയമാണ്. ആ പകയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം ആർക്കെങ്കിലും തോന്നിയാൽ നമുക്ക് അവർ തെറ്റു പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ കാര്യത്തെക്കുറിച്ച് എന്താണെങ്കിലും നമുക്കൊരു അന്വേഷണം നല്ലതാണ്. കാരണം ഭാവിയിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടരുത്. കാരണം അവർ ഇത്രയേറെ കഷ്ടപ്പെട്ട് മാസങ്ങളും വർഷങ്ങളും, ഇപ്പോൾ ഇവർ തന്നെ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരാൾ ഒരു കായിക താരം അതിൽ കൂടുതൽ എന്ത് ത്യാഗമാണ് ചെയ്യേണ്ടത് ഇങ്ങനൊരു കാര്യത്തിന്. ഇത് വ്യക്തിപരമായി അവർക്കൊരു നേട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഇത് രാജ്യത്തിനും വലിയൊരു നേട്ടമാണല്ലോ അവർ സമ്പാദിച്ചു കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ അവരോട് എടുക്കേണ്ട ഒരു സമീപനം പൂർണ്ണമായി വന്നോ എന്നൊരു സംശയം തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഉണ്ടായിപ്പോയി. പഴയ കാലത്തെ അനുഭവം. അത് ശരിയാണ്. ശ്രീ വി ആർ അനൂപ്, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്നാൽ തന്നെ അത് എന്താണ് പറയുക, ശരിയാവണ്ണവും നീതിയുക്തവും സുതാര്യവുമായി നടക്കാനുള്ള സാധ്യത ഈ വിഷയത്തിലെ സംശയാലുവായ താങ്കൾക്കുണ്ടോ? ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് സ്പോർട്സ് മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമല്ലേ.
ബഹുമാന്യനായ ഫ്രാൻസിസ് ജോർജ് MP തന്നെ അദ്ദേഹം പാർലമെൻറ്റിലെ അനുഭവം അദ്ദേഹം വിശദീകരിച്ചല്ലോ. പിന്നെ ഈ രാധാകൃഷ്ണൻ അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന തരത്തിലാണ്. അദ്ദേഹം പറയുന്നത് എന്താ, സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്തരമൊരു മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ന്യൂട്രീഷൻ്റേതാണ്. രാജ്യത്ത് ഇന്ന് ലഭ്യമായ ഏറ്റവും മികച്ച ന്യൂട്രീഷൻ്റെ സേവനം അവർക്ക് ലഭ്യമാക്കേണ്ടിയിരുന്ന സർക്കാർ ചെയ്തത് എന്താ? ഓർത്തോപീഡിക് സർജനെയാണ് ന്യൂട്രീഷൻ്റെ പകരം അയച്ചത്. ഇത് ആർക്കാണിത് മനസ്സിലാകാത്തത്? ഭാരം കുറയ്ക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നിർദ്ദേശിക്കേണ്ട, അവരുടെ ഭക്ഷണത്തിൻ്റെ ചാർട്ട് തയ്യാറാക്കേണ്ട, അവർക്ക് കൃത്യസമയത്ത് ഇത്ര ഭക്ഷണം ഇത്ര അളവിലെന്ന് കൊടുക്കേണ്ട ന്യൂട്രീഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. പക്ഷെ അതിന് പകരം ഞങ്ങൾ മുഴുവനും അവരുടെ കൂടെയാണ് എന്ന് നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കാൻ ചർച്ചയിൽ ഉടനീളം അദ്ദേഹം തയ്യാറാവുന്നില്ല. വളരെ കൃത്യമല്ലേ? അംബാനി ഹോസ്പിറ്റലിലെ ഒരു ഓർത്തോപീഡിക് സർജനെ ഇവർ ഏർപ്പാട് ചെയ്യുകയാണ് ന്യൂട്രീഷന് പകരം. എവിടെയായിരുന്നു ന്യൂട്രീഷൻ? ഇവിടെ ഭാരം നിർണ്ണയിക്കുന്നതിൽ, കൃത്യമായ ഭാരം ഉറപ്പുവരുത്തുന്നതിൽ, ആഹാരം കൊടുക്കുന്നതിൽ ഏറ്റവും അനിവാര്യമായത് അതല്ലേ? ഇത്തരം സൂക്ഷ്മാംശങ്ങളിൽ പോലും ശ്രദ്ധ പുലർത്താത്ത ഒരു സർക്കാർ സംവിധാനം, ഒരു സംസ്ഥാന ഒരു സ്കൂൾ തലത്തിലുള്ള കായികമേളയിൽ പോലും കൂടെ വരുന്ന അധ്യാപകർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ഒരു മെഡൽ പ്രതീക്ഷയായ ഒരു ഇത്ര പ്രധാനപ്പെട്ട ഒരു ഐറ്റത്തിൽ മെഡൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ രാജ്യം കൊടുക്കേണ്ട കരുതൽ കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല, ഗുരുതരമായ അലംഭാവം ഉണ്ടാക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. വളരെ കൃത്യമല്ല, എല്ലാ കാലത്തും ഞങ്ങൾ ഏറ്റവും വലിയ രാജ്യസ്നേഹികളാണെന്ന് പറയുന്ന ആളുകളുടെ രാജ്യത്തോടുള്ള താല്പര്യം ഞങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായാൽ രാജ്യ താല്പര്യത്തെ ഞങ്ങൾ അതിലംഘിക്കും. അതിനെ ഐക്യദാർഢ്യ ചേർക്കാൻ കഴിയില്ല എന്നാണ് VR അനൂപ് പറയുന്ന സംഗതി. അല്ല ശ്രീ VR ഗിരിധർ, ഈ വിനേഷ് ഫോഗട്ടിന് ഇപ്പോൾ തന്നെ 29 വയസ്സായി. അവരുടെ ഇന്റർനാഷണൽ കരിയർ കഴിഞ്ഞോ? തീർച്ചയായും വിനീഷ് ഫോഗട്ടിന്റെ, അതായത് നമ്മുടെ പുള്ളിക്കാരത്തിയുടെ ഒരു വർഷത്തെ കരിയർ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തിട്ടില്ല. പുള്ളിക്കാരത്തിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഡയറക്റ്റ് സെലക്ഷൻ വേണം എന്നുള്ളൊരു ഡിമാൻഡാണ്. അപ്പം റെസ്ലിംഗിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു 20-30 വയസ്സ് അടുക്കുന്നവർ വേണ്ടി കരിയർ പോകുന്നത്. പീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു 23 to 26 ആണ് റെസ്ലിംഗിൽ വരുമ്പോൾ. അത് കഴിയുമ്പോൾ ഡിറ്റോറേറ്റ് ചെയ്ത് വരെയാണ്. അപ്പൊ ഇനി ഒരു ഒളിമ്പിക്സിലോ ഒന്നും ഒരു ചാൻസ് ഇല്ല. കാര്യം ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോലും നമുക്കറിയാം, ഹരിയാനയിലെ ഒരു കുട്ടി വെല്ലുവിളിച്ചു, എന്റെ അടുത്തൊന്ന് ബൗട്ട് ചെയ്തിട്ട് പോകുന്നു, എന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മളിത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്യും. ഇത് ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞാൽ സെലക്ഷൻ, ഇപ്പൊ നമുക്ക് വരുന്ന ദുരന്തം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിലോട്ട് നോക്കുമ്പോൾ വിനീഷ് ഫോഗട്ട് മാത്രമല്ല ഇന്ത്യയിലുള്ള റെസ്ലർ, അതുപോലെ ഒരുപാട് റെസ്ലേഴ്സ് അതേ സ്റ്റാൻഡേർഡിലുള്ള, നമുക്കറിയാം ഈ ഇതിന് ഒളിമ്പിക്സ് ഈ 50 kg ഇന്ത്യൻ സെലക്ഷൻ ട്രയൽസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ വെയിങ് സമയത്ത് തന്നെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായി. വിനീഷിന്റെ വെയിങ് എന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയി. അതായത് വിനീഷിന്റെ വെയിറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒഫീഷ്യൽസും ഒരുപാട് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കോൺട്രോവേഴ്സിയിൽ കൂടിയാണ് ആ വെയിറ്റ് തന്നെ സെറ്റ് ആയത്. എന്നിട്ടും നമുക്കറിയാം അന്ന് ഒരു കിലോ ടോളറൻസും ഉണ്ടായിരുന്നു. അന്ന് 1 കിലോ ടോളറൻസ് എന്ന് വെച്ചാൽ അന്ന് 51 കിലോ കാണിച്ചാൽ മതി. അന്ന് തന്നെ അതില് ഫൈനലിൽ പിടിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ശിവാനി മധ്യപ്രദേശിലെ, അത് Under-23 വേൾഡ് ചാമ്പ്യൻ ആണ് ആ സമയത്ത്. ഇതുപോലെ അതായത് 2-0 എന്നുള്ളൊരു പോയിന്റിലാണ് അന്ന് വിനേഷ് ജയിക്കുന്നത് തന്നെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ വിനീഷിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 8 വർഷമായിട്ട് ഒരു ട്രയലും നടക്കാതെ 4 വർഷം വിദേശത്ത് അയച്ചു പിന്നെ കോച്ചിങ് നടത്തി. ഇപ്പോഴും ഇതുപോലെ ഈ സമയത്തും നമ്മൾ ഏറ്റവും നല്ല കോച്ചും അത് മാത്രമല്ല 2 ട്രെയിനിങ് പാർട്ട്നേഴ്സ്, ഒരു ട്രെയിനർ, കോച്ച് എന്നീ എല്ലാ സൗകര്യങ്ങളും ആയതുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഒത്തടക്കം, നമ്മളൊക്കറിയാം ഇന്നലെ ഫൈനലിൽ കയറിയപ്പോ ഇന്ത്യ ഒന്നടങ്കം, അതായത് നമ്മുടെ റെസ്ലിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇത്രയും പ്രൗഡ് മൂവ്മെന്റിലായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇതിലൊരു വിനേഷ് ഫോഗട്ടിന്റെ ഈ പാതി വഴിയിലെ വീഴ്ച, അതിൽ നമുക്ക് ഗുരുതരമായ ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാനില്ല. പക്ഷേ ആളുകൾ എന്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പാർട്ടിയെ സംശയിക്കുന്നു എന്ന ചോദ്യം ഗൗരവമുള്ളതാണ്. അതെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ ഈ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. നിർഭാഗ്യകരം വിനേഷിനുണ്ടായ ഈ അനുഭവം. നന്ദി. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ ഗിരിധർ, ഒപ്പം MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒപ്പം ശ്രീ VR അനൂപ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞു.